കോൺഗ്രസ്സുകാര് ബത്തേരിയിൽ 2 ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതായത് ലക്ഷ്യം വെച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലക്ഷ്യ അത് തന്നെ. അപ്പൊ അവരുടെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കോൺഫിഡൻസും കൊണ്ടാണ് ഇവർ ഈ 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അപ്പം ഈ ഒരു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ അവിടെ നടന്നു. അതായത് വലിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ. അതായത് എങ്ങനെയൊക്കെ പിടിക്കണം, എവിടെ നിന്നൊക്കെ തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് അവർക്ക് ചില ബോണസ് ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും, അത് ചെയ്തു തരും എന്ന് കുറച്ച് വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ എന്താണ് ചർച്ചയിലോട്ട് വരാൻ ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബത്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ, അത് കോൺഗ്രസ് അങ്ങനെ ഒരു ക്യാമ്പ് അവിടെ നടത്തിയത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ചർച്ച ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് അവിടുത്തെ, അതായത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ബത്തേരി പോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തിയത് എന്തെങ്കിലും ഗുണം അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടുന്നതും കിട്ടാതിരിക്കും. അവർ 100 സീറ്റാ ലക്ഷ്യം വെക്കുന്നത്. 100 സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 93 സീറ്റിൽ മത്സരിച്ചു 2021 തെരഞ്ഞെടുപ്പിൽ. 93 സീറ്റ്, അതായത് 93 സീറ്റ് എന്ന് പറയുമ്പോൾ ഘടകകക്ഷികളുടെ സീറ്റും കൂടെ പിന്നെ കീഴടക്കി വെച്ചിട്ട് പലതും കയ്യേറിയിട്ട് അങ്ങനെ 93 സീറ്റ് മത്സരിച്ചിട്ട് 20 സീറ്റിലെ മേലെ കിട്ടിയിട്ടുള്ളൂ. 21 സീറ്റ് എങ്ങാണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ ഇത് ചോദിച്ചതിനകത്ത് തന്നെ ഉണ്ട്, ബത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ എന്താണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നുള്ളത്. തീർച്ചയായും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഉളുപ്പ് വേണം കോൺഗ്രസ് നേതാക്കന്മാരായ, കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം. ആ ഉളുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ബത്തേരിയിൽ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വാടകയ്ക്ക് എടുത്തുകൊണ്ട് 158ഓളം പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് 250ഓളം വരുന്ന പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്ര വിപുലമായ, എനിക്ക് തോന്നുന്നു 1 കോടിക്ക് മുകളിൽ പണം ചെലവഴിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടി, അതിന് ഉളുപ്പ് വേണം. എന്നിട്ട് KC വേണുഗോപാൽ പറഞ്ഞ ബാക്കിയുള്ളവർ തേങ്ങ ചിലവുമ്പോൾ ഞങ്ങൾ ചിരട്ടയെങ്കിലും ചിരകിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിലും ഭരണമില്ല, കേന്ദ്രത്തിലും ഭരണമില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു പോകുന്നുണ്ട്. മാധ്യമപ്രവർത്തകരോട് നൽകിയൊരു മറുപടി അതായിരുന്നു. ചിരട്ട ചിരകാൻ ഞങ്ങൾക്ക് ഭരണമില്ലാതായി പോയത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? ഈ നാട്ടിലെ ജനങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ജനങ്ങളുടെ പ്രശ്നമാണോ ഇവിടെ ചിരട്ട മാത്രം ചിരകാൻ കിട്ടിയത്? ജനങ്ങളുടെ പ്രശ്നമല്ല, ജനങ്ങൾക്ക് ബോധം വെച്ചത് കൊണ്ട്. അതാണ് കറക്റ്റ്. അല്ല, ഈ പിന്നെ കേന്ദ്രത്തിൽ ഭരണമില്ലാതായി പോയ ആരെ കുറ്റം പറയണം? അത് KC വേണുഗോപാലിന്റെ കുറ്റം പറഞ്ഞാൽ പോലെ. AICCയുടെ പിന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അങ്ങനെ കേന്ദ്രത്തിൽ ഭരണമില്ലാതായി പോയതിന്റെ ഉത്തരവാദി KC വേണുഗോപാല. എന്താ KC വേണുഗോപാലിന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തൂടെ? അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. കേന്ദ്രത്തിന് ഭരണമില്ലാതായി പോയതിന്റെ. എന്നിട്ട് ഈ ആളുകളാണ് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വയനാട് പോലെ ഒരു സ്ഥലത്ത് ബത്തേരിയുടെ ഒരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാടിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ദാരുണ അനുഭവങ്ങളുടെ ഒരു വലിയ പ്രാധാന്യം അവിടെ കിടപ്പുണ്ട്. കോൺഗ്രസ്സുകാര് പച്ചയ്ക്ക് പറ്റിച്ച ഒരു വലിയ വിഭാഗം ജനത കിടക്കുന്ന സ്ഥലമാണ് ഈ വയനാട്. നമ്മൾ ആലോചിക്കണം അത്. അവർക്ക് ഇപ്പൊ വീട് വെച്ചു കൊടുക്കും, നാളെ വീട് വെച്ചു കൊടുക്കും, ഞങ്ങൾ വസ്തുവിന്റെ രജിസ്ട്രേഷന് പോവുകയാണ്, ഞങ്ങൾ ഇപ്പൊ ഉടനെ തറക്കല്ലിടും, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാര് അവിടുത്തെ വയനാട്ടിലെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നിട്ട് ഇതുവരെ കൊടുത്തോ? എന്നിട്ട് ആ ജനങ്ങളെ അവിടെ മരിച്ചുപോയ ആ ഉരുളിനകത്ത് പെട്ടുപോയ ആ മനുഷ്യരുടെ ജലിക്കുന്ന ഓർമ്മകളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് ഈ പണി കാണിക്കാൻ ഒരു ശകലമെങ്കിലും ഉളുപ്പും മാന്യതയും ഉണ്ടാവണം കോൺഗ്രസ്സുകാർക്ക്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഉളുപ്പ് ഉണ്ടാവണം. അതെ, ആ മണ്ണി കാല് കുത്താൻ ഒരു ഉളുപ്പ് വേണം. തന്നെയല്ല, തൊട്ടടുത്താണ് NM വിജയൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ, മകൻ സ്വന്തം എന്താ പറയാ മാനസികമായി ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കുട്ടിയെയും കൂട്ടിക്കൊണ്ട്, മകനെയും കൂട്ടിക്കൊണ്ട് NM വിജയൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവ് ആത്മഹത്യ ചെയ്തു പോയി. അത് ഈ സ്വന്തം ആ നാട്ടിലാണ്, വയനാട്ടിലാണ്. ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തെ മണ്ഡലത്തിലെ MLA ആയ IC ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാക്കൾ പിന്നെ അവിടുത്തെ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം വാങ്ങി. പണം തന്നാൽ നിങ്ങൾക്ക് നിയമനം നൽകാം എന്നും പറഞ്ഞിട്ട് പണം വാങ്ങി. എന്നിട്ട് ആ പണവും ഇല്ല, നിയമനവും ഇല്ല, ജോലിയില്ല. ഏറ്റവും അവസാനം ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം NM വിജയൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ തലയിലായെന്നേ. അതില് ആ പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്തു, സ്വന്തം മകനെയും കൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്ത കരാറ് പോലും ഈ T സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ MLA അയാളുടെ ഏതോ ഒരു പിണിയാളിനെ പറഞ്ഞു വിട്ട കരാറ് വരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി.
ഈ രീതിയിലൊക്കെ ജനങ്ങളെ വഞ്ചിച്ച ഒരു പാർട്ടിയാണ്. അത് വയനാട്ടിലുള്ള ജനങ്ങളെ വഞ്ചിച്ച ഒരു പാർട്ടിയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിയാണ് അവിടെ വയനാട്ടിൽ ഒരു 7 സ്റ്റാർ ഹോട്ടൽ എടുത്തിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ആ ഹോട്ടലിലെ ഒരു ഹാളിന് 3 ലക്ഷം രൂപയാണ് വാടകയിന്. 3 ലക്ഷം പ്ലസ് GST ആണ്. ഇത് കൂടാതെ അവിടെ എക്സിക്യൂട്ടീവ് റൂം 158 അംഗങ്ങൾ അവിടെ പ്രതിനിധികൾ അവിടെ താമസിച്ചു. 158 പ്രതിനിധികൾ 45,000 രൂപ ഒരു മുറിക്ക് ഒരു ദിവസം വാടകയുണ്ട്. അത് വെച്ചിട്ട് ഈ 158 പേര് താമസിക്കുമ്പോൾ 45,000 വെച്ച് കണക്കാക്കി നോക്കുമ്പോൾ എത്ര ലക്ഷം രൂപ വരും എന്ന് ആലോചിച്ച് നോക്കും. 1/2 കോടി രൂപയ്ക്ക് മുകളിൽ പോയത് അല്ലെ. അവിടെ നമുക്കറിയാം 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഒരു ചായയുടെ വില 250 രൂപ 300 രൂപ വരും. അവിടെ അവർക്ക് 2 നേരം ചായയും സ്നാക്സും. ഇത് കൂടാതെ അവിടെ ജിമ്മുണ്ട്. നമ്മുടെ പിന്നെ എന്താ പറയാ നമ്മുടെ അരമന ആളുണ്ടല്ലോ, ആരാ നമ്മുടെ സണ്ണി ജോസഫ് അവിടെ നിന്ന് പ്രാണായാമം ചെയ്യുന്നതൊക്കെ PR വർക്ക് നടത്തിയിട്ടുണ്ട്. സണ്ണി ജോസഫ് അതിന്റെ ഒരു ബാൽക്കണി പോയി നിന്നിട്ട് അവിടെ ബാൽക്കണി പോകുന്നുണ്ട്, ഇങ്ങനെ പ്രാണായാമം ചെയ്യുന്നു, കൈയും കാലും ഇട്ട് അനക്കുന്നു. പ്രായമായിട്ടില്ലല്ലോ, അവരൊക്കെ യോഗ ചെയ്യുകയാണ്. കാര്യം ഇവരൊക്കെ ചെറുപ്പമാണെന്ന് കാണിക്കണം ഇനിയുള്ള സമയം. ഈ ചെറുപ്പമാണത് കാണിച്ചാൽ മാത്രമേ ഗുണം കിട്ടത്തുള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമല്ലോ, അല്ലെ യഥാർത്ഥത്തിലുള്ള യുവാക്കൾ കയറി വരും. അപ്പൊ അത് സമ്മതിക്കത്തില്ല. കാരണം അവർക്ക് ഈ പറയുന്ന ഇവരുടെ ഒരു രീതി തന്നെ അറിയാലോ. പണ്ട് ശശി തരൂര് എഴുതിയതുപോലെ ഈ പറയുന്ന പോലെ ഈ അവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഈ മുതിർന്ന അവരിപ്പോഴും യൂത്തന്മാരാണെന്ന് പറഞ്ഞ് സ്വയം അങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന ഈ ക്യാമ്പിൽ അവരൊരു നിർദ്ദേശം വെച്ചല്ലോ, അല്ലെങ്കിൽ ക്യാമ്പിൽ ഒരു പ്രഖ്യാപനം നടത്തി, അതായത് യുവാക്കൾക്ക് അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തോന്നുന്നുണ്ടോ ചേട്ടൻ അങ്ങനെ ഒരു അവസരം യുവാക്കൾക്ക് കിട്ടും? ഇല്ല, യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ നിർദ്ദേശം വെച്ചെന്താണെന്നറിയാം, അവർക്ക് തന്നെ കിട്ടണമെന്ന്. അവര് യുവാക്കളാണല്ലോ. അതായത് പിന്നെ യൂത്ത് കോൺഗ്രസിലെ ഏതോ ഒരു ഉന്നത നേതാവ്, യൂത്ത് കോൺഗ്രസിന് ഉന്നത നേതാവിന്റെ സപ്തതി ആഘോഷിച്ച പാർട്ടിയാണിത്. ആലോചിച്ച് നോക്കണം, അവരുടെ യൂത്തന്മാര് ശരിയാണ് അല്ലെ, അവരുടെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സപ്തതി ആഘോഷിച്ചു. അപ്പൊ അത്രയ്ക്ക് യൂത്തന്മാരാണ് ഇവര്. ശരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ ഇടയ്ക്ക് 85 വയസ്സോളം പ്രായമുള്ള നമ്മുടെ 19 വയസ്സോളം പ്രായമുണ്ട് നമ്മുടെ K. സുധാകരൻ ജിമ്മിൽ പോവായിരുന്നു. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പുറത്തു വന്നു. അന്ന് പറയുന്ന പോലെ സണ്ണി ജോസഫ് പിന്നെ ബാൽക്കണി നിന്നുകൊണ്ട് കോപ്രായം കാണിക്കുന്നതിന്റെ ഒക്കെ വീഡിയോസ് എടുത്ത് ആൾക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ കോപ്രായം കാണിക്കുക. അവിടെ ജിംനേഷ്യം ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ട്രെഡ്മില്ലിൽ ഇന്ന് വരെ പുറത്തിറങ്ങി നടക്കാത്ത KC വേണുഗോപാൽ ട്രെഡ്മില്ലിൽ ട്രാക്ക് സ്യൂട്ട് ഇട്ടുകൊണ്ട് അഭ്യാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതുവരെ സൂംബ എന്തോന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരാള് രമേശ് ചെന്നിത്തല സൂംബ ചെയ്യുന്നു. ഇവരൊക്കെ പറഞ്ഞു ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ഇവരൊക്കെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഓരോ ചുമതല വഹിക്കുന്നുണ്ടാ. ഇപ്പൊ രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതി അംഗമായതുകൊണ്ടാ. ഇല്ല, രമേശ് ചെന്നിത്തല ആയിരിക്കും അടുത്ത തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അതെ, സത്യം. ഇല്ല, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. അതാ ഇവരൊക്കെ തന്നെ ആയിരിക്കും SFIയുടെ നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ ഇവരെല്ലാം യൂത്തന്മാരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അപ്പൊ എന്നിട്ട് പറയണേ യൂത്തുകൾക്ക് കൂടുതൽ അവസരം കൊടുത്തു. തലമുറ മാറ്റം എന്നും പറഞ്ഞുകൊണ്ട് 2 വയസ്സ് ഇളയ ഒരാളെ പിടിച്ചിരുത്തിട്ടാണ്. 2 വയസ്സിന് എളുപ്പമുള്ള ഒരാളാണ് ഈ നമ്മുടെ VD സതീശൻ. ഇപ്പോഴും പറയാം തലമുറ മാറ്റം 2 വയസ്സിന്റെ വ്യത്യാസമുള്ളവർ തമ്മിൽ, രമേശ് ചെന്നിത്തലയും ഈ പിന്നെ VD സതീശനും തമ്മിൽ എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ തലമുറ മാറ്റം എന്ന് പറഞ്ഞ ഇതാ. അതായത് പിന്നെ പ്രായത്തിൽ 2-3 വയസ്സ് എളുപ്പമുള്ള ഒരാള് മുന്നിലേക്ക് വന്നു കഴിയുമ്പോൾ കണ്ടോ ഞങ്ങൾ തലമുറ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറയും. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇവരെ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 കോടി രൂപയ്ക്ക് മേൽ ചെലവഴിച്ചുകൊണ്ട് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർക്ക് കാലുകുത്താൻ യോഗ്യതയില്ലാത്ത ഒരു നാടാണ് വയനാട് എന്ന് ഞാൻ പറയും. കോൺഗ്രസ്സുകാർക്ക് ഒരു കാരണവശാൽ ഒരു യോഗ്യതയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നടത്തി കൊടുക്കാൻ ഈ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? ദേശീയ തലത്തിൽ പോലും പ്രസക്തിയുള്ള 2 MP-മാരുണ്ടായിരുന്ന പിന്നെ ജില്ലയാണ് വയനാട്. ഒന്ന് രാഹുൽ ഗാന്ധിയും ഒന്ന് പ്രിയങ്ക ഗാന്ധിയും. ഈ രാഹുൽ ഗാന്ധി 2018 അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ ആ ദുരന്തവുമായി പിന്നെ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു 100 വീട് അങ്ങ് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. 100 വീട് പോയിട്ട് ഒരു വീടിന് കലണ്ടർ കൊണ്ട് കൊടുത്തു പ്രിയങ്ക ഗാന്ധി. അത്രയ്ക്ക് വലിയ മനസ്സ്. അത് അവരെവിടെ തൂക്കം എന്നുള്ള കാര്യമാണ് അവർക്ക് അറിയാൻ വയ്യാത്തത്. പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. ആ പ്രിയങ്ക കലണ്ടർ എവിടെ? കലണ്ടർ പ്രിയങ്ക തന്നെ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ആ കലണ്ടർ എവിടെ കൊണ്ട് തൂക്കാനാണ് ഇവര് പാവങ്ങള്? ആണി അടിച്ച് തൂക്കണം, അത്രേ മാർഗമുള്ളൂ. ഇനി അടുത്ത തവണ അത് തൂക്കാൻ മരം ഉണ്ടാവും അറിയത്തില്ല, ഇനി ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ. അതാ അവസ്ഥ. അപ്പൊ ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചിട്ട് അവരുടെ മുന്നിൽ പോയി ഈ കോമാളിത്തരം കാണിക്കാൻ ഇവർക്കൊരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കും. നട്ടല്ലെന്ന് പറഞ്ഞ സാധനം വേണം. എന്നിട്ട് പറയുന്നതോ, എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വർണ്ണക്കൊള്ളയിലേക്ക് ഒരു പിടിക്കും. സ്വർണ്ണക്കൊള്ള, അത് ഞങ്ങളുടെ അയ്യപ്പന്റെ സ്വർണ്ണം ഞങ്ങൾ എടുത്തെടുത്തുകൊണ്ട് തിരിച്ചു വെപ്പിക്കുമെന്ന്.
ഈ അയ്യപ്പന്റെ സ്വർണ്ണ കട്ടന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതി അപ്പൊ എളുപ്പം കോൺഗ്രസ്സുകാരെ അടൂർ പ്രകാശിനെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. അടൂരേട്ട എവിടെ ഇരിക്കുന്നു ചോദിച്ചാൽ അടൂർ പ്രകാശ് പറഞ്ഞു തരും അത് ഏത് വഴിക്ക് പോയിട്ടുണ്ടെന്നുള്ളത്. കാര്യം അടൂർ പ്രകാശിന് കാര്യങ്ങൾ അറിയാം. അവിടെ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് അടൂർ പ്രകാശിന്റെ അടുക്കൽ ബാസ് അടൂർ നമുക്ക് പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്കകത്ത് AICC പോലും വലിയ പ്രാധാന്യമുള്ള ഒരാളാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. അത്രയും പ്രാധാന്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് AICC-യിലുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധിയെ കാണാൻ പറ്റത്തില്ല. അടൂർ പ്രകാശിന് പോലും കഴിയാത്ത കാര്യമാണ്. അടൂർ പ്രകാശിന് അത് ലോട്ടറി അടിച്ച പോലെ സോണിയാഗാന്ധി അങ്ങനെങ്കിലും ഒന്ന് കാണാൻ പറ്റില്ല അടൂർ പ്രകാശിന്. അതാണ് പുള്ളിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞ സംഭവിച്ചത്. എന്നിട്ട് ഈ വയനാട് ജനങ്ങളെ പറ്റിച്ച് അവർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. എവിടെ വീട്? ജനങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ വെച്ചു തരാന്ന് പറഞ്ഞ വീട് എവിടെ? ഔദാര്യമല്ലല്ലോ. 100 വീട് വെച്ചു കൊടുക്കാന്ന് വയനാട്ടുകാര് VD സതീശനെയോ അല്ലെങ്കിൽ KC വേണുഗോപാലിനെ കണ്ടിട്ട് പറഞ്ഞോ 100 വീട് വെച്ചേരാ? അവരാവശ്യപ്പെട്ടോ? ഇല്ല. അവർ അങ്ങോട്ട് പറയാം ഞങ്ങൾ 100 വീട് വെച്ചേരാ. എന്നാൽ ചെയ്തു കൊടുക്കുന്നേ കൊടുക്കില്ല. എന്നിട്ട് പുതിയ തന്ത്രം ഇപ്പൊ കനകോലു എന്ന് പറയുന്ന സുനിൽ കനകോലു എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഭയങ്കര തന്ത്രജ്ഞനുണ്ട്. ഇയാളാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പറഞ്ഞെന്താണെന്നറിയോ? ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അത് വെറും ഒരു കെട്ടുകഥയാണ്, അല്ലെങ്കിൽ കേട്ടുകേൾവി മാത്രമാണ്. ഭരണവിരുദ്ധ വികാരം എന്താണ്? ഭരണവിരുദ്ധ വികാരം ഇത് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് അവർ പുതിയതായിട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഭരണവിരുദ്ധ വികാരം നിങ്ങൾ പോയി 10 പേരോട് സംസാരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് ഇതിങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചേക്കണം. അപ്പൊ ജനങ്ങളും ചിന്തിക്കും, ഇത് കേൾക്കുന്ന 10 പേര് ചിന്തിക്കും ശരിയാ ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. തന്നെയാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ സമയത്ത് മറ്റേ സ്വർണ്ണക്കൊള്ള കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ തലയിൽ ഇങ്ങനെ ഒരു പുകമറ പോലെ കൊണ്ടുവന്ന് വെച്ച് ഒരു പരിധി വരെ അവരതില് വിജയിച്ചു. അത് തന്നെ ഇവിടോട്ട് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഉൾട്ടയടിച്ചു. അതാണ് ഇവർക്ക് ഭയങ്കര പണി കിട്ടിയത്. പക്ഷെ ആ പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ പ്രധാന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉൾട്ടയടിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ല. കാര്യം ഇങ്ങനെ ഒരു ചിത്രം അടൂർ പ്രകാശും സോണിയാജിയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം പുറത്തു വരുമെന്ന് കോൺഗ്രസ്സുകാർ അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ എന്തായിരുന്നാലും VD സതീശന് ഒരു പങ്കില്ലാതെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പങ്കില്ലാതെ ഈ കേസ് കുത്തിപ്പൊങ്ങി വരത്തില്ല. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ബലിയാടാവുകയാണ്. ശരിക്കും കോൺഗ്രസിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ബലിയാടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല എന്നുള്ള പരാതി റേസ് ചെയ്തത്. എന്നിട്ട് ഇതേ സാധനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി, കാരായിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവര് ഒരുമിച്ച് ഒരു ഗൂഢാലോചന നടത്തി ഏറ്റവും ഒടുവിൽ ബലിയാടായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പൊ വയനാട്ടിൽ പോയി നീ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും വയനാട്ടിലെ ജനങ്ങൾക്കറിയാം. അവിടെ നിൽക്കുന്ന NM വിജയന്റെ വീട്ടുകാർക്ക് അറിയാവുന്നേ. NM വിജയന്റെ വീടുമായിട്ട് കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് എന്തെല്ലാം വിഷയങ്ങൾ നടന്നതാണ്. അവരുടെ NM വിജയന്റെ മകൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. മരുമോൾ എന്തൊക്കെ വിഷയം ഉണ്ടാക്കി. അവര് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞ് വാക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടി. എന്നിട്ടും പറയാണ് VD സതീശന് നാണമില്ലാതെ വീണ്ടും പറയാണ് ഞങ്ങൾ കൊടുത്ത വാക്കെല്ലാം പാലിച്ചെന്ന്. വാക്കൊരു കുന്തവും പാലിച്ചിട്ടില്ലെന്നേ. അന്ന് വയനാട് ദുരന്തം നടന്ന സമയത്ത് അത് കഴിഞ്ഞപ്പം സർക്കാർ പുനരധിവാസ ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്തും ഇല്ല കൊടുത്തു കഴിഞ്ഞാൽ അത് പല വഴിക്ക് പോകും എന്ന് പറഞ്ഞിട്ടാണ് ഇവര് സ്വന്തമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷെ അത് കുറെ പേരൊക്കെ അത് പ്രതീക്ഷിച്ചു. കുറെ പേരൊക്കെ കിട്ടും, അങ്ങനെ ഒരു കൂടെ നിന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതാണ് ആ അവസാന നിമിഷം വന്ന സമയത്ത് ഇലക്ഷൻ സമയമായപ്പോൾ അവിടുന്ന് ഒരു കൂട്ടം ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM പാർട്ടിയിലോട്ട് ചേർന്നത് ആ സമയത്താണ്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം അവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 32 കുടുംബങ്ങൾ. അപ്പൊ അത് അന്ന് അവര് പറഞ്ഞു ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും കുടുംബങ്ങൾ അങ്ങോട്ട് അടുത്ത CPM പാർട്ടിയിലോട്ട് ചേർന്നത് തന്നെ. കാരണം അന്ന് പ്രതീക്ഷ അവർക്ക് ഇപ്പൊ ഉറപ്പായി നടക്കാൻ പോകുന്നില്ല. കാരണം സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ലല്ലോ ഇതുവരെ. അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ അതിന് മുറയ്ക്ക് ആ കാര്യത്തിലൊന്നും ഒരു മടിയില്ല. അല്ല 28-ാം തീയതി ഡിസംബർ 28 അത് TCDക്ക് പറഞ്ഞാണ്. TCDക്ക് പറഞ്ഞാൽ 28-ാം തീയതി എന്തോ താക്കോൽദാനമൊക്കെ നടക്കുമെന്നൊക്കെ TCDക്ക് പറഞ്ഞ. ഇത് TCDക്ക് പറഞ്ഞ് ഞങ്ങള് MLA-മാർ ഒരു ദിവസം ശമ്പളം 1 മാസം ശമ്പളം ഇട്ടിട്ടുണ്ടെന്ന് പറയും. ഈ ഒരു രേഖയിലും ഇല്ല. TCDക്ക് കൊടുത്തിട്ടില്ല. TCക്കും കൊടുത്തില്ല. കോൺഗ്രസിലെ ഒരുമാതിരിപ്പെട്ട ഒരു MLA-മാരും കൊടുത്തിട്ടില്ല. കൊടുത്ത 1-2 ലീഗുകാർ മാത്രമാണ്.
അതായത് ഒരു മാസം ശമ്പളം അവര് CMDRF-ലേക്ക് കൊടുക്കണം എന്നായിരുന്നു. അങ്ങനെ ഇത് കൊണ്ടുവന്നപ്പം ടി സിദ്ദിഖൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ടി സിദ്ദിഖ് നാണം കൊണ്ടുവരുന്നുണ്ട് പറയാൻ. ടി സിദ്ദിഖ് വെറും പൊട്ടൻ, അയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമൊന്നുമില്ല. അയാള് പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഷോ പറയുന്നതല്ലാതെ, രണ്ടെണ്ണം അടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യമില്ല ടി സിദ്ദിഖിനെ കൊണ്ട്. ഈ 28-ാം തീയതി പിന്നെ അവർക്ക് വീട് തറക്കല്ലിടുമെന്ന് പറയും. തറക്കല്ലിട്ടോ? ഇല്ല. ഇതിനു മുമ്പ് ഒരു മഹാനാണെങ്കിൽ വന്നിട്ട്, ആ പാവപ്പെട്ടവനാണെങ്കിൽ പിന്നെ പെണ്ണ് കേസിൽ പോയി. ഈ വേറൊരു മഹാൻ വന്നിട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധി ഇപ്പൊ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ പിന്നെ പൈസ ഇടും, വീടിന്റെ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞു. വല്ല നടന്നോ? അതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ 1,05,00,000 രൂപ പിരിച്ച് കൈ വെച്ചോണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ആ തുക. ഇനി ആ സ്ഥലം കിട്ടിയ ഉടനെ എടുത്ത് വീട് വെക്കാൻ പറ്റിയ കണ്ടീഷൻ ഇരിക്കുവാന്നാ പറയുന്നത്. ഇനി ആ പൈസക്ക് എടുത്തിട്ടാണ് ഇവന്മാർ ഇവിടെ പുട്ടടിച്ചെന്ന് അറിയത്തില്ലല്ലോ. സുൽത്താൻ ബത്തേരിയിൽ റിസോർട്ടിൽ പുട്ടടിച്ച് ചിലപ്പോൾ ഈ പൈസ എടുത്തിട്ടായിരിക്കും. ഇതൊന്നും ഈ യൂത്തന്മാർ അറിയുന്നില്ല. അവരും വിചാരിച്ചാണ് കുറെ ഒരുത്തം പെണ്ണ് പിടിക്കാൻ വേണ്ടി കുറെ പൈസ ചിലവാക്കി, ബാക്കിയുള്ള നമുക്ക് ഇങ്ങനെങ്കിലും ചിലവാക്കി കളയാമെന്ന് വിചാരിച്ചു. ഈ പറയുന്ന ഈ പൈസ എവിടെ നിന്ന് വന്നു ഇവർക്ക്? കോൺഗ്രസിന് എവിടെ നിന്ന് ഈ പണം? അവര് തേങ്ങയ്ക്ക് പകരം ചിരട്ട ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനു വേണ്ടി? ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവർക്ക് എവിടുന്ന പൈസ? ഈ ഫണ്ട് ഈ പറയുന്ന കോടിക്കണക്ക് വരും. എന്തായാലും പണ്ട് പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആ പ്രസ് ക്ലബിനോട് ചേർന്നിട്ട് ചായക്കടയുണ്ട്. ആ ചായക്കട കയറി മഹാന്മാരായ കോൺഗ്രസ്സുകാരെല്ലാം നിന്ന് ചായ കുടിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം അവരോട് പറഞ്ഞ് എണ്ണം തരുമെന്ന് പറഞ്ഞു. ചായ കുടിച്ചു. ഇപ്പോഴും പാവപ്പെട്ട പ്രസ് ക്ലബിന്റെ, തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ താഴെയുള്ള ചേട്ടൻ പറയും, എല്ലാരും വന്ന് ചായ കുടിച്ചിട്ട് പോയി. ചായ കുടിച്ചിട്ട് ആ പൈസ ചോദിച്ചപ്പോ എണ്ണം തരുമെന്നാ പറഞ്ഞു. ഏതെണ്ണനാ? അതിന് രാഹുൽ ഗാന്ധി. പിന്നെ രാഹുൽ ഗാന്ധി അണ്ണം തരുമെന്ന്. ഇപ്പോഴും കടം കിടപ്പുണ്ട്. 10,000 രൂപയ്ക്ക് മേലെ ഇവർ ചായ പിടിച്ചിട്ട് പോയി. ഒരു പാവപ്പെട്ടവനെ കടയിൽ കയറിയിട്ട്. ഇതാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി എന്താണ് എന്നറിയാനുള്ള ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. പിന്നെ ആ ചായക്കടക്കാരനോട് ചോദിച്ചാൽ അറിയാം, പ്രസ് ക്ലബിന്റെ താഴെയുള്ള ചായക്കടക്കാരനോട് ചോദിച്ചാൽ അറിയാം എന്താണ് കോൺഗ്രസ്. അവിടെ ചെന്ന കതിരിട്ടുകൊണ്ട് വരുന്ന ഒരുത്തിന് ഒരു നേരത്തെ ചായ കൊടുക്കത്തില്ല. പേടിയാ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. എടാ എന്റെ ഈ പൈസ ഇല്ല, എനിക്ക് ചായ വേണം, മര്യാദയുണ്ട്. അപ്പൊ പുള്ളി ചായ അടിച്ചു കൊടുക്കും. എന്നിട്ട് ഏറ്റവും ദിവസം ചായ കുടിച്ചിട്ട് അണ്ണം തരുമെന്ന്. ഏതണ്ണ? ഇതാണ് ശരിക്കും കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ളതിന്റെ ഒരു മിനിയേച്ചർ എന്ന് പറയത്തില്ല. ഇത് അവസാനം ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുന്നത് അണ്ണം തരുമെന്ന് പറയൂ. ഇനി മിക്കവാറും അതിനെ പറഞ്ഞില്ല. ഇതില്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്ന ആ വീടിന്റെ 100 വീട്, പിന്നെ മുസ്ലിം ലീഗ് 100 വീട് അവിടെ വെച്ചോണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു 100 വീട്. ഇതിപ്പോ എത്രയായി? 300 വീട്. അവിടെ ആകെ എത്ര വീട് വേണം? 400 വീട് അല്ലേ? അപ്പൊ 400 വീടിൽ 300 UDF വെച്ചു കൊടുത്തു കഴിഞ്ഞ്. പഞ്ചാബ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ ഗംഗാധരൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കൊച്ചി ഹനീഫ അവതരിപ്പിച്ചത്. അപ്പൊ കുറച്ച് പൈസ ജനാർദ്ദന് കൊടുക്കാറുണ്ട് അവിടുത്തെ ഈ പിന്നെ എന്താ സർദാർജിക്ക്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം 25,000 രൂപ അങ്ങോട്ടാണ് കണക്ക്. എത്ര ആവുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഈ 25,000 രൂപ എല്ലാം കൂടെ ചേർത്ത് വരുമെന്ന് പറഞ്ഞു. ഞാൻ 50,000 രൂപ അങ്ങോട്ട് തരുവോ? തന്നല്ലോ, തന്ന്. ആകെ ഇനി ബാക്കി എത്ര ഉണ്ട്? അത് നിന്റെ ഒരു 25,000 രൂപ. അപ്പൊ എന്റെ എത്ര രൂപ ഉണ്ട്? 25,000 രൂപ. അതിനി എപ്പോ തരും? എടാ അത് തരും. അപ്പൊ ചോദിക്കണ്ടേ എന്റെ കാശിന് വിലയില്ലേ, എന്റെ കാശിന് വിലയില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. പിന്നെ ആര് വെച്ചു കൊടുത്തു? ഞാൻ 300 വീടായല്ലോ. ലീഗ് വെച്ചു കൊടുത്തു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു 100 വീടുണ്ട്, KPCCയുടെ ഒരു 100 വീടുണ്ട്. ഇതും പോരാഞ്ഞ് അവിടെ നമ്മുടെ 459 വീടുകളാണ് കോൺഗ്രസ് വെച്ചു കൊടുത്തത്. പക്ഷെ അതിൽ ഏതാണ്ട് 480ഓളം ആയി. ബാക്കി ഇനി വീടിന് എന്ത് പിണറായി വിജയനോട് കൊടുക്കാൻ പറ്റൂ? ബാക്കി ഒരു 10-30 വീടുണ്ട്. ഒരു കാര്യം, ഞാൻ 30 വീട് പിണറായി വിജയൻ ഇങ്ങനെ താന്നെയാണെങ്കിൽ പിണറായി വിജയനോട് എന്ന് പറയാം VD സതീശന്. കാര്യം ഇതാണ് ഇപ്പോഴത്തെ ഒരു കോൺഗ്രസിന്റെ അവസ്ഥ. ഇവര് വീടങ്ങ് വെച്ചു, പുനർജനി പ്രകാരം വേറെ വീട് വെച്ചെടുക്കുന്നു. 10-200 വീട് അങ്ങനെയും കിടക്കുന്നു. എല്ലാം കൂടെ കേരളത്തിൽ ഇനി മാത്രം വീട് എന്തിനാ? എന്നിട്ട് VD സതീശൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു 400 വീട് മതി വയനാട്ടിൽ. ഈ 400 വീടിൽ ഇപ്പൊ 300 വീട് തന്നെ UDF വെച്ചു കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള 100 വീടിന്റെ കാര്യം സർക്കാർ നോക്കിയാൽ മതി എന്നാണ് VD സതീശൻ പറയുന്നത്. ഭയങ്കര രസകരമായി ഇവരുടെയൊക്കെ പ്രസംഗവും ഇവരുടെയൊക്കെ പത്രസമ്മേളനം കേൾക്കുന്നത് നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര കോമഡിയാവും. കാര്യം ഒരൊട്ടും ഒളുപ്പും ഒരു അല്പ തൊലി വേണോന്നൊക്കെ നാട്ടിൻപുറത്ത് ഭാഷയുണ്ട്. കാണ്ടാമൃഗത്തെ ഉദ്ദേശിച്ച് അതാ. ഈ കാണ്ടാമൃഗം ഇവരെ കണ്ടിട്ട് നാണിച്ചു പോകുന്നാ പറയുന്നത്. കാരണം അത്രയ്ക്ക് തൊലിക്കെട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ശരിക്കും ഈ വയനാട്ടിൽ കണ്ടത്. വയനാടിന്റെ സംഭവമായിട്ട് ഒരിക്കലും ഒരു വയനാട്ടിൽ നടത്താൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ പരിപാടി. വയനാട്ടിൽ പിന്നെ ചിലർ ഈ സണ്ണി ജോസഫ് ചോദിക്കുന്നു നിനക്കൊരു കട്ട് ഓഫ് പറയാൻ പറ്റും, എന്ന് വീട് വെച്ച് കൊടുക്കുമെന്ന് പറയാൻ പറ്റൂ? ഇലക്ഷൻ ആണെങ്കിൽ പറയാൻ, നിനക്ക് കട്ട് ഓഫ് ഡേറ്റ് പറയാൻ പറ്റത്തില്ല എന്തേ. എന്നിട്ട് അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ ഷാഫി പറയുന്നത് പാലുകാച്ചിന് എല്ലാവരെയും വിളിക്കാമെന്ന്. ഇതൊക്കെ നടന്നത് തന്നെ. പാലുകാച്ചി മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യും എല്ലാത്തിനും പാലുകാച്ചിനെ വിളിക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ നടന്നിട്ട് വേണ്ടേ പാലുകാച്ചിനൊക്കെ വിളിക്കാൻ? ഇപ്പൊ VD സതീശൻ പറഞ്ഞ 10 ദിവസത്തിനകത്ത് രജിസ്ട്രേഷൻ നടക്കുമെന്ന്. അതായത് ഇന്ന് 7, ഒരു 17-ാം തീയതിക്കകത്ത് രജിസ്ട്രേഷൻ നടക്കും, വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടക്കും.
അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തറക്കല്ലിടിയിൽ നടക്കും. അതായത് 17 ഒരു കൂടി 20-ാം തീയതി തറക്കല്ലിടിയിൽ നടക്കും. നമ്മൾ നോക്കിക്കോണം, കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയെങ്കിലും പക്ഷെ ഇവര് മനസ്സിലാക്കണം, മറിയക്കുട്ടി ചേട്ടത്തിക്ക് വെച്ചു കൊടുത്തുള്ള വീട് വെച്ചു കൊടുക്കരുത്, കാര്യം അത് BJP കൊണ്ടുപോകും. അങ്ങനെ വെച്ചു കൊടുക്കാൻ നിൽക്കണ്ട. ഇവര് ആദ്യം സ്ഥലം വേണം. എന്നിട്ട് സതീശൻ പറയുന്നതിലെ കോമഡി കേൾക്കുമ്പോഴേ രസം. സതീശൻ പറയുന്നത്, നിങ്ങൾ വീട് വെച്ച് 1 വർഷം എടുത്തു സർക്കാർ പക്ഷെ സ്ഥലം വാങ്ങി, അതിന്റെ പേര് കേസ് വന്നു, ഡെപ്പോസിറ്റ് ഏകദേശം 21 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അവിടെ വീട് ഇത് തുടങ്ങിയത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ചു സർക്കാർ. എന്നിട്ടാണ് അവിടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ഇത് ഇവർക്ക് എന്ത് ചെയ്യുക, സർക്കാർ മേടിച്ചിട്ടേക്കുന്ന ഭൂമി കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? അതിന്റെ പേര് കേസും കോടതിയും നടത്തിയിട്ടാണ് സർക്കാർ സ്ഥലം വിട്ടെടുത്തിട്ട്. എന്നിട്ട് ഇനി അവർക്ക് കൊടുക്കണോ? അവര് വേണ സ്ഥലം കണ്ടെത്തട്ടെ. ഇനി അതിന്റെ പുറത്ത് കേസ് വരുവാണെങ്കിൽ അവര് നോക്കണ്ടേ? ആകപ്പാട് 1 കോടി രൂപ എങ്ങാണ്ട് ഇരിപ്പുണ്ട് കൈ. ഈ 1 കോടി രൂപ വെച്ചിട്ട് വേണം ഇത്രയും വീട് വെച്ചു കൊടുക്കുക. 300 വീടോളം വെച്ചു കൊടുക്കണം. അതിന് എവിടെ നിർത്തിട്ട് ഉണ്ടാക്കുക എന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയൂ. പിന്നെ കള്ളപ്രചരണം അല്ലേ, അത് പ്രചരിപ്പിക്കാമല്ലോ. പരമാവധി എവിടെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം കോൺഗ്രസ്സുകാർ. കാര്യം അത് തന്നെ കനകോല് പറഞ്ഞേക്കുന്നത്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കിടക്കണം. കോൺഗ്രസ്സുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കിടന്നാലേ പ്രയോജനം കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ 100 സീറ്റ് എന്ന് പറയുന്ന സാധനം ഒന്നും കിട്ടത്തൊന്നുമില്ല. 85 അത്ര വരെ പറഞ്ഞാൽ മതി, അവിടെ വരെ പോയാൽ മതി, എന്നാലും അത് കിട്ടുമെന്നില്ല. 93 മത്സരിച്ചിട്ട് 21 കിട്ടിയ പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അതിന്റെ ഒരു പൊതുവിലുള്ള ഒരു ധാരണാപശക്.